ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ മയപ്പെടുത്തി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു. ഇന്ത്യ മാലദ്വീപിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയാണെന്നും കടാശ്വാസം നൽകണമെന്നും പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം ഏകദേശം 400.9 മില്യൺ ഡോളറാണ് മാലദ്വീപ് ഇന്ത്യക്ക് നൽകാനുള്ളത്. ഇതിലാണ് ആശ്വാസം അഭ്യർത്ഥിച്ച് മാലദ്വീപ് പ്രസിഡന്റ് രംഗത്തെത്തിയിരിക്കുന്നത്. മാലദ്വീപിന് സഹായം നൽകുന്നതിൽ ഇന്ത്യ നിർണായകമാണെന്നും മാലദ്വീപ് സർക്കാരുകൾ എടുത്ത വായ്പ തിരിച്ചടവിൽ കടാശ്വാസം നൽകണമെന്നും മുയ്സു ആവശ്യപ്പെട്ടു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പ്രസിഡന്റ് മുയ്സു അഭ്യർത്ഥിക്കുന്നത്. മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയ്ക്ക് താങ്ങാനാവുന്നതിലും ഭാരിച്ച വായ്പകളാണ് ഇന്ത്യയിൽ നിന്ന് മാലദ്വീപ് എടുത്തിട്ടുള്ളതെന്ന് മുയ്സു പറയുന്നു. തുടർച്ചയായ ഗവൺമെന്റുകൾ എടുത്ത കനത്ത വായ്പയുടെ തിരിച്ചടവിൽ മാലദ്വീപിനുള്ള കടാശ്വാസ നടപടികൾ ഉൾക്കൊള്ളാനാണ് ഇന്ത്യയോട് പ്രസിഡന്റ് മുയ്സു അഭ്യർത്ഥിച്ചിരിക്കുന്നത്. മാലദ്വീപിന് സഹായം നൽകുന്നതിൽ ഇന്ത്യ നിർണായക കക്ഷിയാണ്. അവർ ഒട്ടേറെ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കിയിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികളൊന്നും നിർത്തിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം അവയെ ശക്തിപ്പെടുത്താനും വേഗത്തിലാക്കാനുമുള്ള ആഗ്രഹം പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് മുയ്സു പറയുന്നു. ഇന്ത്യൻ സൈനികരെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെട്ടതിൽ മാലദ്വീപ് പ്രസിഡന്റ് നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. അവർ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ സൈനികരാണെങ്കിൽ പോലും ഞങ്ങൾ അവരോട് ഇതേ രീതിയിൽ തന്നെ പെരുമാറും. ഇത് വ്യക്തിപരമല്ല, മറിച്ച് ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണെന്ന് മുയ്സു പറയുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ മുഹമ്മദ് മുയ്സു പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതു മുതൽ ചൈന അനുകൂല നിലപാടെടുത്ത മുയ്സു ഇന്ത്യയോട് കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു. ഇന്ത്യൻ സൈനികരെ മെയ് 10-നകം മാലദ്വീപിൽ നിന്ന് തിരിച്ചു വിളിക്കണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. 3 വ്യോമതാവളങ്ങളിലായി 88 സൈനികരാണ് മാലദ്വീപിലുള്ളത്. ആദ്യ ബാച്ച് ഈ മാസം ആദ്യം ഇന്ത്യയിലേക്ക് തിരികെ എത്തിയിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് ഇപ്പോൾ അനുരഞ്ജന നീക്കവുമായി പ്രസിഡന്റ് മുയ്സു രംഗത്തെത്തിയിരിക്കുന്നത്. മാലദ്വീപിൽ ഏപ്രിൽ പകുതിയോടെ നടക്കാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് പ്രസിഡന്റ് മുയ്സുവിന്റെ ഇന്ത്യയോടുള്ള അനുരഞ്ജനപരമായ അഭിപ്രായ പ്രകടനം. ഇന്ത്യയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം മാലദ്വീപിന് അനിവാര്യമാണ്. മുൻ പ്രസിഡന്റ് ഇബ്രാഹിം സോലിഹിന്റെ കാലത്ത് എക്സിം ബാങ്കിൽ നിന്ന് $14 ലക്ഷം വായ്പ മാലദ്വീപ് സ്വീകരിച്ചിരുന്നു. മുയ്സുവിന്റെ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളുടെ പശ്ചാത്തലത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഉലഞ്ഞത്. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് മാലദ്വീപിലെ 3 മന്ത്രിമാർ അധിക്ഷേപം ചൊരിഞ്ഞതും ബന്ധം വഷളാക്കിയിരുന്നു.